എല്ലാവർക്കും ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. ഒരു പവൻ സ്വർണത്തിന് ഇന്നത്തെ വില കേട്ട് ഞെട്ടിയിരിക്കുകയാണോ നിങ്ങൾ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനിയും കൂടുമോ, ഇപ്പോൾ തന്നെ സ്വർണം വാങ്ങി വെക്കണമോ എന്ന്. 2026 സ്വർണം വാങ്ങാൻ ഏറ്റവും മോശ സമയം ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും. നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ ഈ വർഷത്തെ 3 പ്രധാന കെണികൾ നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം നമ്മൾ കാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ പടിവാതിക്കൽ നിൽക്കുന്ന ബജറ്റ്. ഇന്ന് ജനുവരി 21, ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ്. വെറും 10 ദിവസത്തെ ദൂരം മാത്രം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി അഥവാ ഇറക്കുമതി നികുതിയിൽ വരുന്ന മാറ്റങ്ങൾ. സർക്കാർ സ്വർണത്തിന്റെ നികുതി കുറിച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ വില കുറയാം. അതുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത് വരെ ഒന്ന് ക്ഷമിക്കുക. ഈ 10 ദിവസത്തെ കാത്തിരിപ്പ് നിങ്ങൾക്ക് ഒരുപക്ഷെ വലിയ ലാഭം തന്നേക്കാം. രണ്ടാമത്തെ കാര്യം അമേരിക്കൻ ഫെഡ് മീറ്റിംഗ്. അടുത്തയാഴ്ച, അതായത് ജനുവരി 27, 28 തീയതികളിൽ അമേരിക്കയിലെ ഫെഡറൽ റിസർവ് യോഗം ചേരുന്നുണ്ട്. സ്വർണ്ണവില തീരുമാനിക്കുന്നത് അമേരിക്കൻ പലിശ നിരക്കുകളാണ്. അവർ എന്ത് തീരുമാനിച്ചാലും അത് വിപണിയിൽ വലിയ ചാഞ്ചാട്ടമുണ്ടാക്കും. ഈ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ വലിയ തുകയ്ക്ക് സ്വർണം വാങ്ങുന്നത് ബുദ്ധിയല്ല. വിപണി ഒന്ന് തണുക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം അക്ഷയ തൃതീയ എന്ന ലോക്കൽ ട്രാപ്പ്. ഏപ്രിൽ മാസത്തിൽ അക്ഷയ തൃതീയ വരികയാണ്. അന്ന് സ്വർണം വാങ്ങിയാൽ ഐശ്വര്യം കൂടുമെന്നാണ് വിശ്വാസം. പക്ഷേ ഇതിൽ സാമ്പത്തികമായി എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. നമ്മൾ കരുതുന്നത് ഇന്ത്യക്കാർ സ്വർണം വാങ്ങിക്കൂട്ടുന്ന ദിവസമായതുകൊണ്ട് ലോകമെമ്പാടും വില കൂടുമെന്നാണ്. സ്വർണത്തിന്റെ അന്താരാഷ്ട്ര വില തീരുമാനിക്കുന്നത് ലണ്ടനിലും ന്യൂയോർക്കിലുമാണ്. അവിടെയുള്ളവർക്ക് നമ്മുടെ അക്ഷയ തൃതീയ ഒരു സാധാരണ ദിവസം മാത്രമാണ്. പിന്നെ എന്തിനാണ് അന്ന് നമുക്ക് ഈ വില കൂടുതൽ നൽകേണ്ടി വരുന്നത്? അതിന് കാരണം ലോക്കൽ പ്രീമിയമാണ്. അക്ഷയ തൃതീയ ദിവസം കേരളത്തിലെ ജ്വല്ലറികളിൽ തിരക്ക് കൂടും. ഈ ഡിമാൻഡ് മുതലെടുത്ത് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളും ഏജൻസികളും ജ്വല്ലറിക്കാർക്ക് കൊടുക്കുന്ന റേറ്റിൽ $1 മുതൽ $2 വരെ അധികം ചാർജ് ചെയ്യും. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയില്ലെങ്കിലും നമ്മുടെ തിരക്ക് കാരണം നമ്മൾ അധിക വില നൽകേണ്ടി വരും. നിക്ഷേപം എന്ന രീതിയിൽ നോക്കിയാൽ തിരക്കുള്ളപ്പോൾ പ്രീമിയം നൽകി വാങ്ങുന്നതിനേക്കാൾ തിരക്കില്ലാത്തപ്പോൾ സാധാരണ വിലയിൽ വാങ്ങുന്നതാണ് ബുദ്ധി. അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള വിവാഹ പർച്ചേസ് ആണെങ്കിൽ പോലും ബജറ്റും ഫെഡ് മീറ്റിംഗ് കഴിയുന്നത് വരെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നതാണ് ഉചിതം. വിലയിടിയുന്ന സമയത്ത്, അതായത് ഡിപ്പ് വരുമ്പോൾ വാങ്ങാൻ ബാച്ച് ലിസ്റ്റ് റെഡിയാക്കി വെക്കുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കും മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിക്കുക. നന്ദി.